ദൈവത്തിൻ്റെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായി. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പല ഉദ്ദേശങ്ങളുണ്ടാകും. അതൊന്നും ഞാൻ വിശദീകരിക്കാനായിട്ട് എടുക്കുന്നില്ല. പല രീതിയിലാണ് പലരുടെയും ഉദ്ദേശങ്ങളും താല്പര്യങ്ങളും അഭിരുചികളും ഒക്കെ മാറി മറിയുന്നതാണ്. ചെറുപ്പത്തിലുള്ള അഭിരുചിയല്ല, ആഗ്രഹമല്ല, കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഉള്ളതാണ് ആഗ്രഹം. അപ്പൊ അതെപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനപ്രകാരം ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമായി, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ലേഖനങ്ങളിൽ വ്യക്തമായി അപ്പോസ്തലന്മാർക്കൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതുമായിട്ടാണ് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതിന് അടിസ്ഥാനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ആദ്യത്തെ വേദഭാഗം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങളാണ്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്ത്, ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പിതാവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അങ്ങാണ് വചനത്തിന്റെ ഉടമസ്ഥൻ. അങ്ങാണ് വലിയൊരു വചനം ക്രോഡീകരിച്ച് ഞങ്ങളുടെ കരങ്ങൾ തന്നത്. ഞങ്ങൾ അവിടുത്തെ ആടുകളാണ്. ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്തുള്ള വചനപ്രകാരം അങ്ങയുടെ ശബ്ദത്തിനായി ഹല്ലേലൂയ ഞങ്ങളെ പാർക്കാൻ കാതോർക്കുകയാണ്. ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം, ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണം. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തുമാറാകണമെന്ന് അർത്ഥിക്കുന്നു. ഞങ്ങൾ ഉപരിതലത്തിൽ നിൽക്കേണ്ടവരായിട്ടല്ല, വചനത്തിന്റെ ആഴങ്ങളിലെ മുത്തുകളൊന്ന് കണ്ടെത്താൻ, ഒന്ന് മുങ്ങിത്തപ്പാൻ പരിശുദ്ധാത്മാവേ ഈ പാൽക്കാലം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമെന്ന് അർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ചൊന്ന് നിന്റെ വചനത്തിൽ സന്തോഷിക്കട്ടെ. അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് ക്രമീകരിക്കപ്പെടാൻ ഇന്ന് പാൽക്കാലം പരിശുദ്ധാത്മാവ് സഹായിക്കണം. നാവുമേൽ അഗ്നി അഭിഷേകം തരണം. പറയേണ്ടതൊക്കെ പറയുവാൻ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഓർമ്മപ്പെടുത്തണം. ബുദ്ധിയെ മണ്ഡലങ്ങളെ ചിന്താമണ്ഡലങ്ങളെ നിയന്ത്രിക്കണം. ഏകാഗ്രതയോടെ അതിനെ നിർത്തണം. ആവശ്യമില്ലാത്ത ഒരു വാക്കിന്റെ നാവിൽ വരരുത്. നാവിനെ നിയന്ത്രിച്ചാട്ട് അഗ്നിഅഭിഷേകം തന്നാട്ട് മഹത്വം അവിടെ നിർത്താട്ട് പുത്രന്റെ വലിയൊരു നാമത്തിൽ ഞങ്ങൾ രക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, എപ്പോഴും സന്തോഷിക്കണം. റിജോയ്സ് ഓൾവേസ്. ഇംഗ്ലീഷിൽ ഒരു മനോഹരമായ പാട്ടുണ്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. ഞങ്ങളൊക്കെ കോളേജ് സ്റ്റുഡൻസിന്റെ ക്യാമ്പിലൊക്കെ സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. നിങ്ങളെ കുറിച്ചുള്ള ഇതല്ലയോ ദൈവ ഇഷ്ടം. അതില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എപ്പോഴും സന്തോഷിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എപ്പോഴും ഞാൻ സന്തോഷിക്കുന്ന ആളാണെന്ന് പറയാൻ നമുക്ക് പറ്റും? ബാബു പറഞ്ഞതിന്റെ ശരി അല്ലേ? ആർക്കെങ്കിലും പറ്റുന്നവരുണ്ടോ? ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടന്നാൽ നമുക്ക് വളരെ സന്തോഷമാണ്. We will rejoice in our heart, we will rejoice in our mind, we will rejoice with our family, we will rejoice with our church members, everywhere we will rejoice in the Lord. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തപ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ വരുമ്പോൾ, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ചില വൻമതികൾ നമ്മുടെ മുമ്പിൽ നിന്ന് മാറാതെ വരുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാതിലുകൾ നമ്മൾക്ക് വേണ്ടി തുറന്നു വരാതിരിക്കുമ്പോൾ, പലപ്പോഴും നമ്മൾ പിറുപിറുത്തില്ലെങ്കിലും ക്ഷീണിച്ചും തളർന്നും പോകുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ പിറുപിറുത്തും പോകുന്നവരാണ്. പ്രിയമുള്ളവർ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ക്ഷീണിക്കുകയും തളരുകയും ചെയ്യാത്ത ഒരാളില്ല. പക്ഷെ പിറുപിറുക്കാൻ നമുക്ക് ഇടയാകരുത്. ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന പാപമാണ് പിറുപിറുപ്പ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ദോഷമായിരുന്നത് പിറുപിറുപ്പാണ്. ചോദിച്ചതെല്ലാം അവർക്ക് കൊടുത്താലും അടുത്ത നിമിഷത്തില് എന്തെങ്കിലും അവർ ചോദിച്ച് കിട്ടാൻ വന്നാൽ ഉടനെ ചില
മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. അല്ലെ? അത് അവരെ ഒരു വാഗ്ദത്തമായ കരാറിനാക്കി കൊണ്ടെത്തിക്കുന്നതിന് അത് വളരെ തടസ്സമാക്കിയിരുന്നു. ഒരുപാട് ദൈവമക്കളായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം we have no right to be disappointed. We have no right to murmur. We have no right to grumble. വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും സന്തോഷിപ്പിക്കുന്ന പറഞ്ഞ ലേഖനം എഴുതിയാരാ? പൗലോസ് എവിടെ കിടന്നാണ് എഴുതുന്നേ? വീട്ടിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുക. ആലോചിക്കാൻ പറ്റുമോ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതുകയാണ്. ഒന്ന് വായിക്കാം, വാക്യം ഒന്ന് വായിച്ച്. 1 തെസ്സലോനിക്കർ 4:2. ഫിലിപ്പിയർ 4:4 വായിച്ചു. ഫിലിപ്പിയർ 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി. വേറെ പറയാൻ വീണ്ടും നിങ്ങൾക്ക് ഇത് എഴുതുന്നതിന് എനിക്ക് ഒട്ടും മടുപ്പില്ല. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. പൗലോസ് അത് കഴിഞ്ഞോ? അല്ലെ? പൗലോസ് ആസയിൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആസയിൽ വചനം പ്രസംഗിക്കണമെന്ന് അപ്പോസ്തലൻ വളരെ ആഗ്രഹിച്ചു. പോകാൻ വേണ്ട സകല പദ്ധതിയും തയ്യാറാക്കി. പോകേണ്ടത് ആരൊക്കെയാണെന്നൊക്കെ ചിന്തിച്ച് പ്ലാനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പോകുന്നു വിലക്കി. അങ്ങനെ സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിച്ച് കെറിയറുകൾ ചെയ്യുമ്പോൾ നമ്മളെ വിലക്കും. പിന്നെ വിലക്കിന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് മക്കതോന്യക്കാരനെ ഒരു പുരുഷൻ വന്നിട്ട് പറയാണ്, ഞങ്ങളെ അടുക്കളയിൽ കടന്നു എന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അങ്ങനെ ഒരു അപേക്ഷ കേട്ടിട്ട് മക്കതോന്യക്ക് സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് ശീലാസും അവിടോട്ട് പോയി അവിടെ സുവിശേഷം പ്രസംഗിച്ചു. അവിടെ ഒരു ഭൂതഗ്രസ്തയായ ഒരു സ്ത്രീയെ പെണ്ണിനെ സൗഖ്യമാക്കേണ്ടി വന്നു. അത് മുഖാന്തരം പട്ടണം മുഴുവൻ ഇളകി കോൽ കൊണ്ട് അടിച്ച് ദേഹം മുഴുവനിപ്പിച്ച് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുക. ഞാൻ പലപ്പോഴും ദൈവം ഞാൻ ആരെ ചോദിച്ചാലും കർത്താവേ, ഞാൻ ആശയ്ക്ക് പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞപ്പോ നിന്റെ പരിശുദ്ധാത്മാവ് എന്നെ വിലക്കി. അതും പോരാ, മക്കതോനിലേക്ക് കടന്നു വന്ന് സഹായിക്കാന്ന് പറഞ്ഞ് ഒരു പുരുഷൻ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷം. അത് നീ അയച്ചതാ. എന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഗതികേട്? എന്നിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് അടികൊണ്ടു? എന്നിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് ഈ വേദന അനുഭവിക്കേണ്ടി വന്നു? ഞങ്ങൾ എന്തുകൊണ്ട് എന്നിട്ട് നീ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു? പൗലോസ് ഒരൊറ്റ വാക്കുപോലും ചോദ്യം ചെയ്തില്ല. മറിച്ച് അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ഇത് അതിശയമെന്ന് പറയുന്നത് പൂർവ്വത്തിലെന്ന് മാത്രമല്ല, അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. അർദ്ധരാത്രിയിൽ മുഴുവൻ ആളുകളും കേൾക്കത്തക്കവണ്ണം ദൈവത്തെ ആരാധിക്കുന്ന പൗലോസും ശീലാസും. അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അല്ലേ? എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാറ്റിലും എല്ലായ്പ്പോഴും സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. നമ്മൾ പാടും, അല്ലെ? ദുഃഖകാലത്തും സന്തോഷകാലത്തും പാടുമെന്നൊക്കെ നമ്മൾ പാടും. പക്ഷേ ജോലിയുമായി വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടും ക്ഷീണിച്ചും തളർന്നു പോകുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമത് നമ്മൾ എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം എന്ന് പറയുന്നത് we should be rejoicing always in the Lord. കർത്താവിൽ സന്തോഷിക്കണം. സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ച് നമ്മൾ കേട്ടതുപോലെ നമുക്ക് നല്ലൊരു ഇടയനുണ്ട്. ആ ഇടയന്റെ കരങ്ങൾ നമ്മളെ പിടിച്ചു കൊടുക്കാൻ ആർക്കും കഴിയത്തില്ല. ആ ഇടയൻ നമ്മെ അറിയുന്നു, നാം ഇടയനെ അറിയുന്നത് കൊണ്ട്
He gives always the best for us. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ആ ഇടയൻ നമുക്ക് നൽകുന്നതാണ്. നമുക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ആർക്കേ അറിയത്തുള്ളൂ? നമ്മുടെ സൃഷ്ടാവിനെ അറിയത്തുള്ളൂ, ഇടയനെ അറിയത്തുള്ളൂ. ഇടയൻ അവിടെ അറിയാം എവിടെയാണ് നല്ല പച്ചപ്പുൽപ്പുള്ളത്, എവിടെയാണ് സ്വസ്ഥതയുള്ള വെള്ളമുള്ളത്. അവിടേക്ക് ആടുകളെ നടക്കണമെന്ന് ഇടയൻ അറിയാം, ആടുകൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇടയൻ ആടുകളെ മുമ്പേ പോകുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, എന്തെല്ലാം അനർത്ഥങ്ങൾ കൂടെ കടക്കേണ്ടി വന്നാലും, നമ്മുടെ പ്രാർത്ഥനയ്ക്കാത്ത സമയത്ത് മറുപടി ലഭിച്ചില്ലെങ്കിൽ, നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ നമ്മൾ കൈവിട്ടു പോയാലും നിരാശപ്പെടരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. കർത്താവിലെപ്പോഴും സന്തോഷിക്കുന്നവരായി മാറണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അതാണ്. അത് ഓർമ്മിപ്പിച്ചിട്ട് എല്ലാം മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കാം. രണ്ടാമത് പറയാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഇടപെടാതെ പ്രാർത്ഥിക്കാനുള്ളത് അല്പം വിശദമായി എടുക്കേണ്ടതായതുകൊണ്ട് ഞാനത് പിന്നീട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തേതിലേക്ക് നമുക്ക് വരാം. എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. നടക്കുമോ? നടന്ന ഒരു വ്യക്തിയെ വ്യക്തമായി പരിശുദ്ധാത്മാവ് വചനത്തിൽ വരച്ചു കാട്ടുന്നുണ്ട്. ആരാ? ദാവീദുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ദാവീദിനെക്കാട്ടിലും കഷ്ടങ്ങളിൽ കൂടെയും പ്രതികളിൽ കൂടെയും നഷ്ടങ്ങളിൽ കൂടെയും പോയ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടിയിട്ടില്ല അയ്യോബ് അല്ലേ? യോബിന് നഷ്ടപ്പെടാൻ വല്ലതുണ്ട്? യോബ് തന്നെ പറയാണ്, എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കുളിച്ചിരുന്നത് എന്തോത്തിനാ? വെണ്ണയ്ക്കകത്ത്. വെണ്ണയ്ക്കകത്ത് കുളിക്കണമെങ്കിൽ ആ മനുഷ്യനെത്ര ധനമായി. ആടുപാടുകളുടെ എണ്ണം, സമ്പത്തിന്റെ എണ്ണം, മക്കളുടെ സന്തോഷം, സമാധാനം, ഇതെല്ലാം within a split of a second he is losing all these things. ഒരു മാസം 2 മാസം കൊണ്ടാണ് വേണ്ടില്ല അല്ലേ? നിമിഷങ്ങൾക്കുള്ളിൽ വാർത്തകൾ വരികയാണ്. അവിടുന്ന് ഇവിടുന്ന് അല്ല, സകലവും നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ പോലും യോബിനോട് പറഞ്ഞു, നീ വെറുതെ നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തെ തള്ളി പറഞ്ഞ് നീ പോയി ചത്തൂടെ എന്ന് പോലും ചോദിക്കത്തക്കവനാണ്. അത്രമാത്രം കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ യോബ് ഏതെങ്കിലും ഒരു പ്രാവശ്യം പിറുപിറുത്തോ? ഞരങ്ങിയോ? ദൈവമേ, എന്തുകൊണ്ട് എന്നോട് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് നീ അനുവദിച്ചെന്ന് ഒരു പ്രാവശ്യം പോലും യോബ് ചോദ്യം ചെയ്തില്ല. മറിച്ച് യോബ് പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ പൊരുനാമം മഹിമപ്പെടട്ടെ. പ്രിയമുള്ള, കഴിഞ്ഞ ദിവസം ബീഹാറിലെ ഒരു ശുശ്രൂഷന്റെ കാര്യം ബീഹാറിലെ സംസ്ഥാനത്തിന് ചാർജ് വഹിക്കുന്ന എബി മാത്യൻ പറഞ്ഞ ദൈവദാസൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഒരു ദൈവദാസനെ കുറിച്ച്, ഒരു സുവിശേഷനെ കുറിച്ചാണ്. ആ ഭാഗത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന മനുഷ്യനാണ്. ഒരു സുവിശേഷം വരെ ആരംഭിച്ചു, ആരും കിട്ടിയില്ല. സ്വന്തം കുഞ്ഞിനെ മരിച്ചിട്ട് ആരും സഹായിക്കാനില്ലാതെ ആ സ്വന്തം കുഞ്ഞിന്റെ ശവം ചുമലിലെടുത്തുകൊണ്ട് കടൽത്തീരത്ത് പോയി മണലിൽ മറവ് ചെയ്യേണ്ടി വന്നതാണ് ഒരു ദൈവദാസൻ. പക്ഷേ അതിനകത്ത് അദ്ദേഹം വിശദമായി എഴുതിയിട്ടില്ല, എത്രയും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ മനുഷ്യൻ 14 സഭകൾ സ്ഥാപിച്ച് 100 കണക്കിന് വിശ്വാസികൾ ആരാധിക്കുന്ന ഒരു സഭയുടെ ലീഡറാണ്. എവിടെ നാം തകർക്കപ്പെടുന്നുവോ, എവിടെ നാം മുറുക്കപ്പെടുന്നുവോ, അവിടെയാണ് അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കുന്നത്. 2 മീനും കർത്താവ് എടുത്തു. വാഴ്ത്തുക മാത്രം ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും തിന്നു. 2 മീനും കൊണ്ട് 5000 പേര് തിന്നാൻ പറ്റുമോ? പക്ഷെ കർത്താവ് വാഴ്ത്തി എന്റെ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? നുറുക്കാൻ വലിയ പ്രയാസമാണ് അല്ലേ? നുറുക്കുന്ന ആർക്കെങ്കിലും ഇഷ്ടമാണ്? ഞാൻ ഈ ഒരു മോൾ
മുള നല്ല മനോഹരമായ ഒരു മുളക്കൂട്ടത്തിൽ ഇങ്ങനെ മനോഹരമായി നിൽക്കുക, കാണാൻ നല്ല രസം. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ മരങ്ങൾ പാട്ടൊക്കെ പാടി വലിയ സന്തോഷത്തിൽ ഇങ്ങനെ കാറ്റിൽ കാവ്യഭാവനൊന്നും വരുന്നില്ല. അതിങ്ങനെ അല്പം കാവ്യഭാവനയിലൊക്കെ പറഞ്ഞ് അതിങ്ങനെ ആ തുള്ളിച്ചാടി ആനന്ദിച്ച് നല്ല മനോഹരമായ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താ ഒരു ദിവസം യജമാൻ വലിയൊരു വെട്ടുകത്തിയുമായിട്ട് ഈ മുളകൂട്ടത്തിന്റെ അടുത്തേക്ക് ഒരു മുളയെ സമീപിച്ചു. മുളയോട് പറയാം, മുളയെ ഞാൻ നിന്നെ വെട്ടിയെടുക്കാൻ പോവാ. അപ്പം മുള കരയാൻ തുടങ്ങി. ഇതായിരിക്കും കാവ്യഭാവനയാണ് ഇതിന്റെ സിദ്ധാന്തത്തിന്റെ അർത്ഥമുള്ളത്. മുള കരയാൻ തുടങ്ങി. അയ്യോ, ഞാൻ എത്ര മനോഹരമായിട്ട് മുളക്കൂട്ടത്തിരിക്കുന്നത്, നീ എന്നെ ഇവിടുന്ന് വെട്ടിമാറ്റാൻ പോകുന്നു. അപ്പൊ യജമാൻ പറഞ്ഞു, മുളയെ നിന്നെ വെട്ടി മാറ്റാതെ, നിന്നെ ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റാതെ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആരോടുള്ള കൂട ചില കൂട്ടങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ മാറ്റി തരുന്നറിയാമോ? ഫലം കഴിക്കാനാ, പ്രയോജനപ്പെടാനാ. നമുക്കറിയാം, ഈ വാഴ പിരിച്ചു വെച്ചില്ലെങ്കിൽ അതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ മൂടി നിന്നാ എല്ലാം ഉടനെ കിട്ടുമോ? ഒന്നും വലുതാവൂല അല്ലേ? ഇങ്ങനെ ഓഞ്ഞ കുറച്ച് കാവിട്ടു അല്ലേ? ഞങ്ങൾക്ക് പണ്ട് ഞാനിപ്പോൾ വാഴ ഇഷ്ടംപോലുണ്ട്. 15 സെന്റ് സ്ഥലമുണ്ടാണെങ്കിൽ നല്ലപോലെ ഞാനിപ്പോൾ കായ്ക്കുവാണ്. അപ്പൊ ഇതിന്റെ ചുവട്ടില് ഈ മറ്റുള്ള വാഴയുടെ പോലെയല്ല, ഈ ഞാലിപ്പൂക്കളുടെ ചുവട്ടിൽ ഇഷ്ടംപോലെ കണ്ണങ്ങ് പൊട്ടും. അപ്പൊ ഇഷ്ടംപോലെ തൈകൾ കൊണ്ടുമ്പോ ഇത് മാറ്റി വെച്ചില്ലെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട, അവിടെ നിന്നിങ്ങനെ ഓഞ്ഞ വള വരും അല്ലേ? ശരി, എന്തോ വലിയ വളകൾ അപ്പൊ കൊല ഓഞ്ഞു. പക്ഷെ മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് വളമൊക്കെ ഇട്ടാൽ അവിടെ വരുന്ന കൊലയോ നല്ല കൊല. കാരണം ആ കൂട്ടത്തിൽ അതിനെ മാറ്റി. ദൈവം എന്നെയും നിങ്ങളെയും ചില സമയത്ത് നമുക്ക് കൂട്ടത്തിനകത്ത് നിൽക്കാനാണ് ഇഷ്ടം, പ്രിയപ്പെട്ടവരോടുകൂടെ നിൽക്കാനാണ് ഇഷ്ടം. എനിക്കറിയത്തില്ല ആർക്കോടെ കൂടാ നമ്മുടെ പ്രിയപ്പെട്ടവരോടുകൂടെ നമ്മളോടുകൂടെ സന്തോഷിക്കുന്നവരോടുകൂടെ നിൽക്കാനാണ് നമുക്ക് വലിയ താല്പര്യം. പക്ഷെ തമ്പുരാൻ പറയുക, ഈ കൂട്ടത്തിൽ നിന്ന് മാറാൻ നിനക്ക് സമയമാണ്. ഞാൻ നിന്നെ വെട്ടി മാറ്റുകയാണ് ഈ കൂട്ടത്തിൽ നിന്ന്. വെട്ടിമാറ്റി കഴിഞ്ഞപ്പോൾ ഈ യജമാനൻ ആ മുളയെ കൊണ്ടുവന്ന് തന്റെ വീടിന്റെ ഒരു സൈഡിലിട്ടു. കുറഞ്ഞ നാളത്തേക്ക് യജമാനൻ മൈൻഡ് ചെയ്തേ ഇല്ല. അപ്പൊ മുള അവിടെ കിടന്നുകൊണ്ട് കരയുക, യജമാനെ നീ എന്നെ എത്രയാ വെട്ടിക്കൊണ്ടുവന്ന്? ഞാൻ അവിടെ നിന്നെങ്കിൽ ഒന്നുമില്ല, എത്രയോ ഒരു സന്തോഷമായിരുന്നു. ഞാൻ എത്ര മനോഹരമായിട്ട് നിന്നെ. കുറെ കഴിഞ്ഞപ്പോ വീട്ടിൽ യജമാനൻ ഒരു വെട്ടുകത്തിയുമായിട്ട് ഈ മുളയെ സമീപിച്ചു. അപ്പൊ മുള വെട്ടുകത്തി കണ്ടപ്പോഴേ പേടിക്കാൻ തുടങ്ങി. അയ്യോ യജമാനെ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അയ്യോ, ഞാൻ നിന്റെ മനോഹരമായ കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചെത്തി വെളിപ്പാക്കാൻ പോവാ. അയ്യോ, ഈ കൊമ്പുകളൊക്കെ എത്ര മനോഹരമാണ്, ഈ കൊമ്പുകൾ എന്തിനാ നീ ചെത്തി വെളിപ്പാക്കുന്നേ? മോളെ, നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നിനക്ക് മനോഹരമെന്ന് തോന്നുന്ന ഈ ശിഖരങ്ങളുണ്ടല്ലോ, അതെനിക്ക് മുറിച്ചു മാറ്റിയത്. മോളെ അനുവദിച്ചു. വീട്ടിൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വെട്ടുകത്തിയുമായിട്ട് യജമാനൻ ഈ മുളയെ വീണ്ടും സമീപിക്കുക. മുളയോട് പറയാ, മുളയെ, ഞാൻ വളരെ ഹൃദയഭേദമായ ഒരു കാര്യം നിന്നോട് പറയാൻ പോവാ. ഞാൻ നിന്നെ നടുവെ പുലർക്കാൻ പോവുക. യു ബി യൂസിങ് യുവർ ഐഡന്റിറ്റി. നിന്റെ വ്യക്തിത്വം പോലും ഞാൻ തകർത്ത് കളയാം. ഈ മുള സങ്കടത്തോടെ എന്നെ അനുവദിച്ചപ്പോൾ യജമാൻ ആ മുളയും കൊണ്ട് തന്റെ വയലിലേക്ക് പോവുകയാണ്. പണ്ട് വയൽ കൃഷി ഉള്ളവർക്കൊക്കെ അറിയാം, നെല്ല് ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം, ഈ വയലിൽ വെള്ളം കിട്ടണം. ഒരു സമയത്ത് ഇത് ഇറക്കുമ്പോൾ ഞാറ് നടുമ്പോഴൊക്കെ വെള്ളം വേണം, അല്ലെങ്കിൽ ആ ഞാറ് വളരത്തില്ല അല്ലേ? അറിയാവുന്ന എത്ര മുഴുക്കിക്കൊക്കെ അറിയാം അല്ലേ? ഞാറ് വളരണമെങ്കിൽ വെള്ളം വേണം. അപ്പം വെള്ളം കിട്ടാതെ ഉണങ്ങി വരണ്ട ഒരു വയൽ, ആ വയലിന്റെ കുറേ മുകൾ വശത്തായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ അടുത്തേക്ക് യജമാനൻ ചെന്നിട്ട് ഈ മുള അങ്ങ് പിടർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ നടുവില് ഇതുണ്ട്, നല്ല പാത്തിയുണ്ട് അല്ലേ? നല്ല ഈ പൈപ്പ് പോലെ പാത്തിയുണ്ട്. അന്നൊന്നും പഴയ
പഴയ കാലത്തൊന്നും ഈ പൈപ്പും പള്ളിയും ഒന്നും വന്നിട്ടില്ല. അന്നൊക്കെ അവരുടെ വിഷയത്തിനൊക്കെയാ അവർ ഈ മുളം നടുവേ പിളർന്ന മുളം എടുത്തോണ്ട് വന്ന് അതിനകത്തുള്ള കട്ടുകുട്ടും എല്ലാം തെറ്റി വെളിപ്പാക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് ഈ മുള, ആ മുളയുടെ ഒരറ്റം ആ വെള്ളത്തിലേക്ക് വെച്ചു. എന്നിട്ട് മറ്റേ അറ്റം വെള്ളം കിട്ടാതെ ഉണങ്ങി വരേണ്ട വയലിലേക്ക് വെച്ചു. എന്നിട്ട് മോളിൽ നിന്ന് ആ കുളത്തിന്റെ ഒരല്പം പിടിച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ വെള്ളം ഈ വെള്ളം കിട്ടാതെ ഉണങ്ങി വരേണ്ട നിലങ്ങളിലേക്ക് ഒഴുകി വന്നു. ഹല്ലേലൂയ. അതിന്റെ പിന്നിൽ വലിയൊരു സമർപ്പണമുണ്ട്, ഒരു മുളയുടെ സമർപ്പണം. ദൈവവേദനെ ചിലപ്പം നിന്നെ ദൈവം നീ ആയിരിക്കുന്ന മുളകൂട്ടത്തിൽ മാറ്റി. എനിക്കെന്റെ അനുഭവമാണ്. ഞാൻ 67 രക്ഷിക്കപ്പെട്ടു. കുണ്ടറശാലയും പള്ളിയിൽ വളരെ സജീവമായിരിക്കണം. നല്ല കൂട്ടായ്മ അവിടെ ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൂടും. വലിയ സന്തോഷം. പള്ളിയിലൊക്കെ ഉള്ളിലെ പോയി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സന്തോഷം. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പഴയ ആൾക്കാർ പറയും. കാരണം ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടായി. ഞങ്ങൾ വീടുകളെല്ലാം പോകും, എല്ലാവരും വിളിച്ചുകൊണ്ട് വരും, ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ വലിയ സജീവമായിട്ട് നല്ലൊരു കൂട്ടായ്മ നടക്കുന്ന സമയത്താണ് തമ്പുരാൻ തന്നെ അവിടുന്ന് പൊക്കി ഇരിഞ്ഞാലക്കുട ക്രൈസ്തവർക്ക് കൊടുക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയാത്തത്. അടുത്ത കൊല്ലം കോളേജുണ്ട്, 10 കിലോമീറ്ററേ ഉള്ളൂ. പോയി തരാൻ ദിവസം തൊട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനുണ്ട്, ട്രെയിനുണ്ട്, കോളേജ് ട്രെയിൻ രാവിലെ വൈകിട്ടും. അത് ചെലവില്ലാതെ എളുപ്പത്തിൽ പഠിക്കാം. പക്ഷേ ദൈവത്തിക്ക് അഡ്മിഷൻ നടന്നത് ആദ്യം ഇരിഞ്ഞാലക്കുട ക്രൈസ്തവർ. അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായി. ദൈവം എന്നെ അന്ന് പറിച്ചു നട്ട് അവിടെ കൊണ്ട് നട്ടതുകൊണ്ട് ഇരിഞ്ഞാലക്കുട ഉൾക്കൊണ്ടായി. അതിൽ നിന്ന് പല ദൈവമക്കള് കർത്താവിന്റെ വേലയിലേക്ക് എഴുന്നേറ്റ് വന്നത് മാത്രമല്ല, അന്നാണ് മലബാർ എന്നുള്ള നാട്ടിൽ വലിയ ദർശകൻ കർത്താവിരിക്കുന്നതെന്ന് മലബാറിൽ ജോലി ചോദിച്ചു വാങ്ങിച്ച് തനിപ്പറമ്പ് സബ്സിഡികളെ ഞാൻ ജോലിക്കാൻ കാരണം ദൈവം എന്നെ പറിച്ചു നട്ടതാണ്. വേദനാകരമായി. കാരണം ഞാൻ വീട്ടിലെ മൂത്ത മോനാണ്, വലിയ കൃഷിക്കാരനാണ്. എല്ലാം സ്പെഷ്യലായിരുന്നു എനിക്ക് വീട്ടിൽ. അങ്ങനെയൊക്കെ വളർന്നത്. പക്ഷെ തമ്പുരാൻ ഇതെല്ലാം ഒറ്റ സുപ്രഭാതത്തിൽ അങ്ങ് പറ്റി മാറ്റി പറിച്ചു നട്ടു. അവിടെ നിന്നില്ല, അവിടുത്തെ പറിച്ചു നട്ടു. തളിപ്പറമ്പ് അവിടെ നിന്നില്ല, അവിടുന്ന് പറിച്ചു നട്ടു. ചുങ്കത്തറയാണ് വിചാരിച്ചു കർത്താവെ ഇവരങ്ങ് സെറ്റ് ചെയ്യാം. നല്ല മനോഹരമായ ഒരു പ്രദേശം, നല്ല ഫലഭൂഷ്ടിയുള്ള പ്രദേശം. ചുവരിലൂടെ റിപ്പോർട്ട് ചുങ്കത്തറക്കാരും നിലമ്പൂരുകാരൊക്കെ ഇവിടെ റിപ്പോർട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. വളരെ ഫലഭൂഷ്ടമായ പ്രദേശം, നല്ല തോടും പുഴകളും ഒക്കെ നല്ല മനോഹരമായ പ്രദേശം. അപ്പൊ അവിടെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അവിടുന്ന് തമ്പുരാൻ നേരെ നോക്കി ഈ എറണാകുളത്ത് കൊണ്ടുവന്ന് നട്ടു. എന്തിനാന്ന് എനിക്ക് കുറെ നാളത്തേക്ക് ഒരു പിടി കിട്ടിയില്ല. പക്ഷേ ഞാൻ അവിടുന്ന് എറണാകുളം തന്നെ കൊണ്ടുവന്ന് നട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പാരമ്പര്യത്തിന് കെട്ടുപൊട്ടിച്ച് ദൈവത്തിന് എന്നെ പുറത്തെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നും സഭയുടെ കെട്ടുപാടിൽ ഒരു പക്ഷേ സഭയുടെ ഒരു അറിയപ്പെടുന്ന ശുശ്രൂഷകനായി മാത്രം ഞാൻ മുമ്പോട്ട് പോയി വന്നേ. പക്ഷേ ദൈവനെ പറിച്ചു നട്ടതുകൊണ്ട് അനേകർക്കൊരു അനുഗ്രഹമായി തീരാൻ ദൈവം എങ്ങനെ സഹായിച്ചു. അവിടെ ദൈവവേദനെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിനെ വെട്ടിമാറ്റിയെന്ന് വരാം, നുറുക്കിയെന്ന് വരാം, തകർത്തെന്ന് വരാം, വളർന്നെന്ന് വരാം. പക്ഷെ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ദൈവത്തിന് നിന്നെ ഉദ്ദേശിക്കണമെങ്കിൽ ഉപയോഗിക്കണമെങ്കിൽ നിന്നെ തകർക്കരുത്. അതുകൊണ്ട് എപ്പോഴും സന്തോഷിക്കാം. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ അവിടെ നിൽക്കട്ടെ. അടുത്ത പറയാണ് എല്ലാത്തിനായി സ്തോത്രം ചെയ്യുവിൻ. പ്രൈസിംഗ് ഗോഡ് ഫോർ എവരിതിങ് ആൻഡ് എനിത്തിങ്. എല്ലാത്തിനായി സ്തോത്രം ചെയ്യാൻ കഴിയണം. സാധിക്കുമോ? വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈ പവർ ഇൻ പ്രൈസ് എന്ന് പറഞ്ഞ് നോർമൽ വിൽസൺ ബില്ലയുടെ വളരെ പ്രശസ്തമായ കൂട്ടുണ്ട്. പ്രസന്റ് ടു പ്രൈസ്, പവർ ഇൻ പ്രൈസ്, അങ്ങനെയൊക്കെ അദ്ദേഹം ഇതില്ല, ജീവിച്ചിരിക്കില്ല, ദില്ലിയിലേക്ക് പോയി. ആ ബുക്കുകൾ പല എഡിഷൻസ് ആണ്, നിങ്ങൾക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ്. എൻ്റെ അടുത്ത് പല കോപ്പികളുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അവർ വായിച്ച് നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. ഈ ബുക്ക് കടം കൊടുത്താൽ ഉള്ള വലിയ വിശ്വാസം, എത്ര വിശ്വാസിയാണ്
പക്ഷെ പ്രയോജനമൊന്നുമില്ല, കിട്ടിയിട്ടില്ല. ആ ബുക്ക് എവിടെ പോയെന്ന് അറിയത്തില്ല, ആർക്ക് കൊടുത്തു പോലും അറിയത്തില്ല. അതിനകത്ത് ഈ പവർ ഇൻ പ്രൈസ് എന്നുള്ളതായിട്ടുള്ള ബുക്കിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന മനോഹരമായിട്ടൊക്കെ ഇലസ്ട്രേഷൻസ്. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു, സൈക്യാട്രിസ്റ്റ് ആയിരുന്നു, ഒരു എഴുത്തുകാരനായിരുന്നു, വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ വളരെ നോട്ട് സെല്ലിങ്ങാണ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഒരു ഉദാഹരണം മാത്രം ഞാൻ എടുക്കാം. ഒരു സ്ത്രീയെ അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് മുക്കുടിയനാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ ഭർത്താവ് മാനസാന്തരപ്പെടുന്നില്ല, എന്നും പ്രശ്നങ്ങളാണ്, എനിക്ക് ആരാധിക്കാൻ പോകാൻ പറ്റത്തില്ല, എനിക്ക് അദ്ദേഹത്തോടൊന്ന് വെറുപ്പായി പോയി, എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോ ഇത് നോർമൽസൺ പേര് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ആ മനുഷ്യന് വേണ്ടിയിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സ്ത്രീ അങ്ങോട്ട് കോപിച്ചാലറി, നിങ്ങളെന്താ മനുഷ്യ പറയല്ലേ, എന്നെ കളിക്കുകയും വീട്ടിൽ മദ്യപിച്ചിട്ട് വന്നിട്ട് വീട് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്ത് എന്റെ ഭർത്താവിനോട് സ്തോത്രം ചെയ്യണമെന്നോ, നടക്കുന്ന കാര്യമുള്ളത്. അപ്പൊ നോർമൽസൺ പേര് പറഞ്ഞു, സഹോദരി ഞാൻ പറയുന്ന പോലെ 2 ആഴ്ച നിങ്ങൾ ശ്രമിച്ചു നോക്കുക, നഷ്ടമൊന്നുമില്ല, കളഞ്ഞാല് ചുരുക്കി പറയാം. ആ സ്ത്രീ 2 ആഴ്ച ഇദ്ദേഹം പറഞ്ഞുപോലെ കർത്താവെ എനിക്ക് മദ്യപനായ ഒരു ഭർത്താവിനെ തന്നതിനാൽ മദ്യപനായ ഒരു ഭർത്താവിനെ തന്നതിനായി സ്തോത്രം, എന്റെ വീട്ടിലുള്ള സകലവും നശിപ്പിക്കുന്ന ഒരു മനുഷ്യനെ തന്നതിനായി സ്തോത്രം, അദ്ദേഹത്തിൽ കൂടെ എനിക്ക് തന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, എല്ലാത്തിനായി സ്തോത്രം ചെയ്യാൻ. അദ്ദേഹം ആ ബുക്കിൽ പറയുന്ന നടന്ന സംഭവങ്ങൾ. Within 2 weeks, the man came at her house, knocked the door. ആ മനുഷ്യൻ ഈ സ്ത്രീകളെ വീട്ടിന്റെ വാതിൽ വന്നു കൂട്ടി. തുറന്നപ്പോ സ്വന്തം ഭർത്താവ് ഈ മനുഷ്യനോട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ക്ഷമ ചോദിച്ചു. അവർ ഒരുമിച്ച് അടുത്ത ആഴ്ച നോർമൽ സിദ്ധിയിലേക്കാണ് പോയി. ചോദിച്ചു, എന്ത് പറ്റി? അന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് 2 ആഴ്ച നിരന്തരമായി സ്തോത്രം ചെയ്തു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. This is the power of praise. സ്തോത്രത്തിന്റെ ശക്തിയില്ല. നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രതികൂലങ്ങൾക്കായി, ഏത് വേദനകൾക്കായി, ഏത് നിരാശകൾക്കായി, എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത വിഷയങ്ങൾക്കായി നമ്മളൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ ദൈവത്തിന്റെ വിടുതൽ കാണാൻ. ഇവിടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കുക, ദൈവത്തിന് വിടുതൽ തരാൻ ഒരു സമയം. ആ സമയത്ത് ദൈവം വിടുതൽ തരും. പക്ഷെ ആ സമയം വരെ നമ്മൾ ക്ഷമയോടെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക തന്നെ ചെയ്യണം. വെറുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഇവിടെയൊക്കെ അറിയാമല്ലോ, എനിക്ക് 1-2 ദിവസങ്ങൾ വരുന്ന ആളെ കണ്ണിന്റെ വേദന ആർക്കും ഡോക്ടേഴ്സിനല്ലാതെ ഒരൊറ്റ മനുഷ്യർക്ക് അത് മനസ്സിലാകത്തില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന അത്ര വേദനയാണ്. ഇന്നലെയൊക്കെ ഞാൻ സഹിക്കാൻ നേരം വെളുത്തു കഴിഞ്ഞ് എഴുന്നേറ്റാൽ തുടങ്ങുന്ന കണ്ണിന്റെ വേദനയും ഈ മൂക്കിലുള്ള വേദന എന്ന് പറഞ്ഞ സഹിക്കാൻ കഴിയുന്നതിന് അപ്രവാദം പോലും ഞാൻ തോന്നിപ്പോകും. പക്ഷെ പിറുകൊടുക്കാൻ എനിക്ക് വന്നില്ല, ഇതുവരെ വിടുതലായിട്ടില്ല. അനേക ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു, അനേകർ പ്രാർത്ഥിച്ചു, അനേകർ കൈവച്ച് പ്രാർത്ഥിച്ചു, കൃപാവരങ്ങളുള്ളവർ. പക്ഷെ ദൈവം വിടുതൽ തന്നിട്ടില്ല. പക്ഷെ ഐ നോ വൺ തിങ്, ഗോഡ് ഹാസ് എ പർപ്പസ് ഓഫ് ദാറ്റ്. ദൈവത്തിന് അതിനകത്തൊരു പദ്ധതിയുണ്ട്. അവൻ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. വചനം മുഴുവൻ നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എല്ലാറ്റിനായി സ്തോത്രം ചെയ്യണം. ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾക്കായി, ഏത് നിരാശകൾക്കായി, ഏത് വേദനകൾക്കായി, ഏത് തോൽവികൾക്കായി, ഏത് ജയത്തിനായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം. അതുകൊണ്ടാണ് പ്രവചനം എഴുതുമ്പോ പറയാണ്, വിഷണ്ണ മനസ്സിന് പകരം അലങ്കാരമാണ്, ദുഃഖത്തിന് പകരം സ്തുതി എന്ന മേലാട. ഹല്ലേലൂയ. സ്തുതി എന്ന മേലാട, the garment of praise. അതാ ദൈവം നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഗാർമെന്റ് ഓഫ് പ്രൈസ്, ഒരു സ്തുതി എന്ന മേലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വായുപോലും സ്തുതികൾ നിറഞ്ഞിരിക്കട്ടെ. ഏത് സാഹചര്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാൻ
മഹത്വപ്പെടുത്താൻ, ഇവരെ നമ്മളെ രൂപപ്പെടുത്താൻ ദൈവം ചില സമയത്ത് ചില സാൻഡ് പേപ്പറുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവെക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഒത്തിരി തളിപ്പറമ്പ് സക്സസ് കോളേജിലായിരുന്നപ്പോ ഒരുപാട് ഒഴിവുകളുടെ നടുവിലായി ഡിസിപ്ലിൻ മാറ്റേഴ്സ് കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും ഫൈറ്റായി. അപ്പൊ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് എപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ട് ഫൈറ്റാണ്. പേരൻസിനെ വിളിപ്പിച്ചുകൊണ്ട് വരിക, അവരുമായിട്ടുള്ള ഡീലിങ്സ്. പിന്നെ ഞാൻ അസോസിയേഷൻ ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ള ടീച്ചേഴ്സിനുള്ള എതിർപ്പ്, ഇങ്ങനെ എല്ലാം കൂടെ വളരെ ഞെരുങ്ങിലാണ് സന്ദർഭങ്ങളുണ്ട്. കോളേജിൽ വരുന്ന സമയത്ത് ആകെ 100 പ്രശ്നങ്ങളുമായിട്ടല്ല. അപ്പൊ പ്രശ്നങ്ങളുടെ എല്ലാം പെട്ട വാസ്തവത്തിൽ ഇറിറ്റേഷനോടെ വീട്ടിലെ വരുമ്പോഴാണ് കാണിക്കുന്നത്. ഭാര്യയോട് കുഞ്ഞുങ്ങളോട് അവരോടാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ചില സന്ദർഭങ്ങളൊക്കെ അങ്ങ് വല്ലാതെ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്, ക്ഷീണിച്ചു പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ആ സമയത്ത് പിന്നെ കണ്ണൂര് വോയിസ് ഓഫ് മലബാർ എന്ന് പറഞ്ഞ ആൾക്ക് വലിയ ഒരു മാഗസീൻ ഉണ്ട്. ഞാൻ അതിൽ എഡിറ്ററാണ്. അപ്പൊ ഞാൻ എഡിറ്ററായതുകൊണ്ട് മിക്കവാറുമുള്ള എല്ലാ ക്രിസ്ത്യൻ പബ്ലിക്കേഷൻസിന്റെയും മാസിക ഫ്രീ ആയിട്ട് വരും. നമുക്ക് ചോദിച്ചൊന്നും വേണ്ട, അവരിങ്ങനെ അയച്ചോണ്ടിരിക്കും. അപ്പം പല മാഗസിൻസിന്റെ പേപ്പേഴ്സിന്റെ ഒക്കെ കവർ പോലും എനിക്ക് ഓടിക്കാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം സമയം കിട്ടുന്നില്ല. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ വന്ന് മേശപ്പുറത്ത് കൂട്ടിക്കണം. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ക്ഷേമിച്ച് തുറന്നു നോക്കിയിരുന്നപ്പോ മേശപ്പുറത്ത് ഒരു മാഗസിൻ ഉണ്ട്. ഞാൻ ആ മാഗസിൻ പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് നോക്കിയിട്ട് ഒരുപാട് നാളായി. പക്ഷെ ദൈവത്തിന്റെ അമ്മ എന്നോട് പറഞ്ഞു അത് പൊട്ടിച്ച് വായിക്കാൻ. അപ്പൊ പരിശുദ്ധാത്മാവ് നടത്തിയപ്പോൾ ഞാനത് പൊട്ടിച്ചു വായിച്ചു. ആദ്യത്തെ ലേഖനം ഗോഡ്സ് സാൻഡേഴ്സ്, ദൈവത്തിന്റെ സാൻഡേഴ്സ്. കെട്ടിക്കകത്തപ്പോ എനിക്ക് വളരെ ചിത്രം തോന്നി. ദൈവത്തിന്റെ സാൻഡേഴ്സ് അങ്ങനെ ചെയ്തു, അങ്ങനെ ഒരു സാധനമുണ്ട് ഈ ദൈവത്തിന്റെ സാൻഡേഴ്സ്. അപ്പൊ ഞാനത് വായിച്ചപ്പോ അതിനകത്ത് മനോഹരമായിട്ട് ഈ സാൻഡേഴ്സ്, എന്ത് സാൻഡേഴ്സ്, മരങ്ങളൊക്കെ വലിയ വലിയ മരങ്ങൾ മുറിച്ചുകൊണ്ട് വന്ന് ആശാരി അത് പണിത് കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യും, മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കും അല്ലേ. സാൻഡ് പേപ്പർ ആദ്യം നല്ല നല്ല മണല്, കട്ടിയുള്ള മണൽ വെച്ച് സാൻഡ് പേപ്പർ ആയിരിക്കും അല്ലെ, നമ്പറൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വെച്ച് ഇവന്റെ ഒരു പിടിയുണ്ട്, കണ്ടിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ? ഒരുപാട് കർത്താവിനെ പഠിപ്പിക്കാനുണ്ട്. നോക്കിന്ന നല്ല രസമാണ്. എന്റെ വെളിപ്പച്ചിന്റെ ഒരു കോൺട്രാക്ടറാണ്, അതുകൊണ്ട് സ്ഥിരം ആശാരിമാർ വീട്ടിലുണ്ടായിരുന്നു ചെറുപ്പക്കാർ. അപ്പൊ ഈ വലിയ വലിയ ബിൽഡിങ്ങുകളിലൊക്കെ അന്നൊക്കെ കൈക്കോലും ഉത്തരവൊക്കെ ആശാരിയുടെ കണക്കൂട്ടുകളനുസരിച്ച് തന്നെ പണിയണം. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. എന്നാലും ഇതെല്ലാം കൂടെ ഒത്തുവരത്തുള്ളൂ. അല്ലെങ്കിൽ കൈക്കോല് കയറ്റി ഉത്തരം കയറ്റി കൈക്കോല് വെക്കുമ്പോൾ എല്ലാം കൂടെ ഉന്മേഷവും കുറവശം എല്ലാം കൂടെ റേക്കോട് ചെയ്യിക്കുക, അതിലും ഇല്ല ചെയ്യിക്കുക, അതിൽ ചിലപ്പോൾ താഴെ പോകും. അതുകൊണ്ട് ഈ കണക്കൊക്കെ വളരെ സൂക്ഷ്മമായിരിക്കണം. അപ്പം അതിന് കണക്കായിട്ട് വെള്ളിപ്പച്ചിന് പറ്റിയ ജലാശയന്മാരുണ്ട്, അവരെ വിളിക്കും. അപ്പൊ അവര് ഈ തടി എടുത്തു വെച്ച് ഇങ്ങനെ ചില സമയത്ത് മണിക്കൂറുകളായിട്ട് ഇരുന്നു. ഞാൻ കഷ്ടമാണ്, എത്ര സമയം ഇതിന്റെ പുറത്തെടുത്തൊരു മണിക്ക് ഇതെല്ലാം കുറെ ഒരച്ച് കുറെ മനോഹരമാക്കി കഴിയുമ്പോൾ ലാസ്റ്റില് മിനുസപ്പെടുത്താനായിട്ട് കുറച്ചുകൂടെ നൈസായിട്ടുള്ള ഈ സാൻഡ് പേപ്പർ വെച്ചൊരു വീഡിയോ അതുകൂടെ പിടിച്ച് കഴിഞ്ഞാൽ പോളിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അന്തം വരുന്നത്. മനോഹരമായിട്ടുള്ള അലമാരി, അതിലോട്ട് നോക്കിയാൽ നമ്മുടെ മുഖം അതിനകത്ത് കാണാം. പക്ഷേ നമ്മുടെ മുഖം അതിനകത്ത് കാണത്തക്കവണ്ണം അതിനെ ഒരുക്കിയെടുത്ത ആശാരി അവൻ കുറെ പണിതടാ, കുറെ റഫായിട്ടുള്ള സാൻഡ് പേപ്പർ വെച്ച് പിടിച്ചതാ. പ്രിയമുള്ളവരെ, ദൈവം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ചില സാൻഡ് പേപ്പർ എടുക്കും. ചിലപ്പോൾ അമ്മായിമ്മയായിരിക്കും, ചിലപ്പോൾ മരുമോളായിരിക്കും, ചിലപ്പോൾ മരുമോനായിരിക്കും, ചിലപ്പോൾ ബന്ധുക്കാരായിരിക്കാം, ചിലപ്പോൾ അയൽവക്കത്തുകാരായിരിക്കാം, ദൈവത്തിന്റെ ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ ഭാര്യയായിരിക്കാം. ദൈവത്തിന്റെ സാൻഡ് പേപ്പർ, ഈ സാൻഡ് പേപ്പറുമായിട്ട് നമ്മൾ പിടിച്ചെങ്കിലേ നമ്മൾ നല്ല ഫിനിഷിംഗായി, നല്ല ഫിനിഷിംഗ് ഉള്ളവരായി, യജമാനൻ ആഗ്രഹിക്കത്തക്ക വിധത്തിൽ നമ്മളായി തീരണമെങ്കിൽ ഈ പ്രോസസ്സിൽ കൂടെ കടന്നേ.
കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ നമ്മളെ തന്നെ തരുന്നു. നിന്റെ ഇതം പോലെ തന്നെ ആത്മാർത്ഥമായിട്ടും പറയാൻ പറ്റും. കർത്താവേ, നിന്റെ ഇതം പോലെ എന്നെ ഒന്ന് പണിയണേ. ഈ പണിതെടുക്കുന്നത് ഈസിയാണോ? ദൈവത്തിന്റെ പണിയിൽ കൂടെ കടന്നു പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? പോയിട്ടുള്ളവരല്ലേ? നമ്മളൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ രീതിയിലുള്ള ദൈവത്തിന്റെ പണിക്കൂടെ കൂടെ കടന്നു പോയല്ല അല്ലേ? പലപ്പോഴും ഭയങ്കര വേദന. പക്ഷേ ദൈവം അതിൽ കൂടെ പണിതെടുത്ത്, അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയാൻ നമ്മൾ അവന്റെ കരവിരുത. അവന്റെ കരവിരുതെന്ന് പറഞ്ഞാൽ നേരത്തെ നല്ല ഇടയെ കുറിച്ച് പറഞ്ഞാലോ, നല്ല ഇടയന്റെ കരങ്ങളിലാണ് നമ്മൾ കടന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല, നമ്മൾ ഉറഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പക്ഷേ നമ്മൾ ആ കരങ്ങളിൽ എടുത്തവൻ അതിനകത്ത് മനോഹരമായ രൂപങ്ങൾ കൊത്തിയെടുക്കുക അല്ലേ? നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ചിരട്ട, എത്ര മനോഹരമായ ശില്പങ്ങളാ ചിരട്ടയ്ക്കകത്ത് ഓരോരുത്തർ രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? എത്ര മനോഹരമായ ശില്പങ്ങൾ. പക്ഷെ അതിനു മുമ്പ് ആ ചിരട്ട കടന്നുപോയ എത്രയോ പടികളുണ്ട്. സ്വർണം അല്ലേ? സ്വർണം എത്ര തീയിൽ കൂടെ കടന്നുപോയ ഒരു മനോഹരമായ ഒരു ആഭരണമായി മാറുന്നത് അല്ലേ? എല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുക, ഒന്നിലും പെറുകൊടുത്തു പോകാനില്ല. കാരണം നമ്മൾ ആഗ്രഹില്ല, അതൊന്നും ആദ്യം ഓർക്കണം. നമ്മൾ ആഗ്രഹില്ല, നല്ല ഇടേന്റെ കയ്യില. നല്ല ഇടേന്റെ കയ്യിലാണെങ്കിൽ അവന് നമ്മളെ കുറിച്ച് നമ്മൾ രക്ഷിച്ചു പോകാൻ ഇടയിൽ സമ്മതിക്കുമോ? ഇല്ല. അവൻ നല്ല ഇടയാണ്, നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ കണ്ട നല്ല ഇടയാണ്. അങ്ങനെയാണെങ്കിൽ നാം നഷ്ടപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. പക്ഷേ വേദനകളിൽ കൂടെ കടക്കാനും നമ്മെ അനുവദിക്കും. കാരണം സ്വന്തം പുത്രനെ പോലും കാൽവരിൽ അവൻ തകർത്തതല്ല ആ ദൈവം. നമുക്ക് രക്ഷ തരേണ്ടതിന്, നമ്മളെ നിത്യജീവൻ അവകാശിയാക്കി തീരേണ്ടതിന് സ്വന്തം പുത്രനെ പോലും കാൽവരിൽ നമുക്ക് വേണ്ടി തകർത്ത ദൈവമാണെങ്കിൽ, അത് ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നതാണെങ്കിൽ, എന്റെയും നിങ്ങളെയും പലപ്പോഴും തകർക്കുന്നതും ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ്. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, ഒരു കൊടുത്തു പോകരുത്. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും കർത്താവിന്റെ പിന്നാലെ നാം പോകണം. അവൻ നമ്മുടെ നല്ല ഇടയൻ. അവൻ നമുക്ക് മുൻപേ പോകുന്നു. നല്ല ഇടയന്റെ ശബ്ദം കേട്ട് നാം നല്ല ഇടയനെ നമുക്ക് അനുഗമിക്കാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം എല്ലാറ്റിനായി സ്തോത്രം ചെയ്യുന്നവരായി നാം മാറണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില്, എല്ലാവരുടെ ജീവിതത്തിൽ പലവിധമാണ് മുള്ളുകൾ. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു മുള്ളുണ്ടായിരുന്നു. ആ മുള്ള് രോഗമായിരുന്നു എന്ന് ചിലർ പറയുന്നു, ചിലർ പറയുന്നത് രോഗമല്ലായിരുന്നു. കാരണം രണ്ട് കൂട്ടർക്കും അതിൻ്റെതായ വാദഗതികളുണ്ട്. പൗലോസിന്റെ കണ്ണിന് അസുഖമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഒരു ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കണ്ണുപോലും ചൂണ്ടെടുത്ത് എനിക്ക് തരുന്നതിന് നിങ്ങൾ തയ്യാറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പൗലോസിന്റെ ശൂലം കണ്ണിന്റെ അസുഖമായിരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ പൗലോസ് തന്റെ കഷ്ടതകളെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ വിവരിക്കുമ്പോൾ ഒരിടത്ത് പോലും തന്റെ രോഗത്തെ കുറിച്ച് പറയുന്നു അല്ലേ? പൗലോസ് എന്തൊക്കെ പറയുന്നു? ഞാൻ പ്രാവശ്യം കപ്പൽ ചേരത്തിൽ അകപ്പെട്ടു, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, പക്ഷിണി, പൈതാഹം, ഉറക്കവിളക്ക്, സഭകളെ കുറിച്ചുള്ള ഭാരം, ഇങ്ങനെ നീണ്ട ലിസ്റ്റ് പൗലോസ് പറഞ്ഞു. അവിടെ ഒന്നും തന്നെ പൗലോസ് രോഗത്തെ കുറിച്ച് പറഞ്ഞില്ല. അതുകൊണ്ട് നമുക്കാണെങ്കിൽ വിടാം. ഏതായാലും പൗലോസിന് ഒരു ശൂലം ഉണ്ടായി. ആ ശൂലം മാറേണ്ടതിന് പൗലോസ് 3 പ്രാവശ്യം ചോദിച്ചു. ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തിയുടെ വിലയിൽ ദൈവം. ഏതായാലും എല്ലാ ദൈവദാസന്മാർക്കും ചില മുള്ളുകളുണ്ട്. മോശെ ദൈവം വിളിച്ചപ്പോ ദൈവം എവിടുന്നാ വിളിച്ചേ? ഉൾപ്പറപ്പിന്റെ നടുവിൽ. ഉൾപ്പറപ്പിനുള്ള പ്രത്യേകത വായിച്ചു. ഉൾപ്പറപ്പിന്റെ പ്രത്യേകത അങ്ങോട്ട് തിരിഞ്ഞാൽ കുത്തുവിട്ടു, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുത്തുവിട്ടു.
കാര്യം എല്ലാം കുത്താം. അതിന്റെ മുള്ളുകളുടെ ഇടയിൽ നിന്നാണ് ദൈവം ആരെ വിളിച്ചത്? മോശെ വിളിച്ചത്. അപ്പം അതൊരു ആവർത്തന പുസ്തകത്തില് ഡ്യൂട്രോണമി ആവർത്തനം 33:16 വരെ എടുത്ത് വെച്ച് ആവർത്തനം 33:16 വരെ മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം ആരുടെ? യോസേഫിന്റെ പേരും ശിരസിന്മേലും അവന്റെ സഹോദരന്മാരുടെ പ്രഭുവായവന്റെ പേരും. സഹോദരന്മാരിൽ പ്രഭുവായതാരാ? യോസേഫ് തന്നെ. അത് യോസേഫിനെ കുറിച്ച് എടുത്ത് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഈ മുൾപ്പടർപ്പിൽ വസിച്ചവന് എന്തുണ്ട്? ദൈവത്തിന്റെ സന്തോഷമുണ്ടോ കേൾക്കാൻ? മുൾപ്പടർപ്പിൽ വസിക്കുന്നവന് മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ ഒരു പ്രസാദം. യോസേഫ് മുൾപ്പടർപ്പിലായിരുന്നു. എത്ര വർഷം? നീണ്ട 13 വർഷം മുൾപ്പടർപ്പിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയത്. പക്ഷെ യോസേഫിന്റെ മേൽ മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം അവന്റെ മേൽ വെളിപ്പെട്ടു. കന്യമറിയാമനോട് ദൂതന്മാർ പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ന്. കന്യാമറിയാമൻ ലഭിച്ചിട്ട് പോയിരിക്കോ? അയ്യോ, എന്തോ ഒരു സന്തോഷം. കന്യമറിയാമനെ ഒന്ന് ചിന്തിച്ചേ. വിവാഹം കഴിക്കാത്തൊരു പെണ്ണ് കന്യക, അത് യഹൂദനാട്ടിലെ പ്രമാണം അനുസരിച്ച് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ രാത്രി തന്നെ ആ സ്ത്രീയുടെ കന്യകത്വം തെളിയിക്കേണ്ട ബാധ്യത പെൺകുട്ടിക്കുണ്ട്. സത്യങ്ങൾ ആ ഒരു ടവൽ അവിടെ ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ തുറന്ന് പറയാം. ടവൽ അവിടെ ഉണ്ടാവും. കന്യാകർമ്മം ഭേദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബ്ലഡ് സ്റ്റെയിന് ആ തുവാലയിൽ മുക്കി അത് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കണം. അതവരുടെ പാരമ്പര്യമാണ്. അങ്ങനെ എറിഞ്ഞു കൊടുത്താലേ ആ വിവാഹം സാധുതയാകത്തുള്ളൂ. ഇവിടെ കല്യാണം കഴിക്കാത്ത പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീയോട് ചെന്ന് എവിടെയെങ്കിലും പറയാ, കൃപ ലഭിച്ചവളെ നിനക്ക് എന്തോ രൂപയാ. മനുഷ്യരുടെ നിന്ന പരിഹാസം. യേശുവിനെ പോലും പലരും പറഞ്ഞു. എന്താ പറഞ്ഞു? തച്ചൻ കപ്പലില്ലാത്തവൻ, തച്ചന്റെ പോലും. ഇവരുടെ സഹോദരന്മാരൊക്കെ നമ്മളോട് ഇരിക്കും എന്ന് പറഞ്ഞ തന്തയില്ലാതെ പറഞ്ഞവൻ പച്ച മലയാളത്തിൽ പറഞ്ഞ യേശുവിനെ കുറിച്ച് എവിടെമാർ പറഞ്ഞതാണ്. അതാണ് കേൾക്കേണ്ടി വന്നു, മറി കേൾക്കേണ്ടി വന്നു. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ മറിയയ്ക്ക് എങ്ങോട്ട് പോകേണ്ടി വന്നു? യെരുശലേമിലേക്ക് പോകേണ്ടി വന്നു. എന്തിന്? ചാത്തപ്പെടാൻ. നിങ്ങളൊന്ന് ആളുകൾ ചോദിക്കും, ഒരു കഴുതപ്പുറ സ്ത്രീകളായി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമുക്കിത് മനസ്സിലാക്കാൻ പ്രയാസം. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു കഴുതപ്പുറത്ത് കയറി നീണ്ട മൈലുകൾ യാത്ര ചെയ്യും. ഇതാ കന്യമറിയാമൻ ലഭിച്ച കൃപ. ഒരു സ്ത്രീ ഏറ്റവും അധികം പ്രൈവസി ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴാണ്. പക്ഷെ അതുപോലും ആ കിട്ടിയില്ല. കന്യമറിയാമന് കിട്ടിയില്ല. നിങ്ങൾ ചിന്തിക്കണം. കന്യമറിയാമന് ലഭിച്ച ഫേവറില്ല, കൃപയില്ല. നമ്മുടെ കൃപയെ കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കും അല്ലേ? എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, എന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടും, ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എല്ലാം നല്ലത്. നമുക്ക് നല്ല ദൈവം നമുക്ക് തരുന്നതാണ്. പക്ഷേ ഈ കൃപയ്ക്കകത്ത്, യഥാർത്ഥ കൃപയ്ക്കകത്ത് എന്തുണ്ടാകും? മുള്ളുകളുമുണ്ട്. അത് മറന്നു പോകരുത്. അതുകൊണ്ട് മുള്ളുകൾ കൊള്ളുമ്പോൾ വെറുതെടുക്കാനിടയാകരുത്. പിന്നെയും മറിയുടെ ജീവിതത്തെ ആലോചിച്ച് നോക്കി. 33
കന്യമറിയാമൻ ലഭിച്ച കൃപ. This is the favor that was given to God to Virgin Mary. ഈ കൃപ നമുക്ക് വേണം, നമുക്ക് ആർക്കും വേണ്ട, അല്ലേ? നമ്മൾ പറയും കർത്താവിലേക്ക് വേണ്ട. പക്ഷേ നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ചുമക്കാൻ ഭാഗ്യം ലഭിച്ചത് അവൾക്ക് വലിയ ഒരു മുള്ളുകൾ, അനേക മുള്ളുകൾ കൂടെ അവൾ കടക്കേണ്ടതാണ്. അതേ നമ്മൾ ഈ വേദപുസ്തക ചരിത്രം എടുത്താൽ എവിടെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വില കൊടുത്തോ അവിടെ എല്ലാം സഭകൾ വളർന്നിട്ടേ, അവിടെ എല്ലാം സഭകൾ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അവിടെ എല്ലാം ജനങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടേ ഉള്ളൂ. അവിടെ എല്ലാം അവർ ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമ്മളുള്ള ക്രിസ്തീയ ജീവിതം സന്തോഷകരമാണ്, ആനന്ദകരമാണ്, നിത്യതയ്ക്ക് അവകാശികളാണ്. നമുക്ക് ആത്മാവിൽ ആരാധിക്കാൻ പറ്റും, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നെടുവീർപ്പലുണ്ട്, മുള്ളുകളുണ്ട്. ഇതിൽ കൂടെ നമ്മൾ കടന്നേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനായി സ്തോത്രം ചെയ്യാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അടുത്തതായിട്ട് പറയാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കണം. ചില വാക്യങ്ങൾ നമുക്കൊന്ന് എടുക്കാം. 1 വായിച്ച്, ഇടപെടാതെ പ്രാർത്ഥിപ്പേ. എങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റും? കൊളോസ്യർ 4:2 വായിച്ചേ. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കണേ. പ്രാർത്ഥനയെ ഉറ്റിരിപ്പി, സ്തോത്രത്തോടെ അതിൽ ജാഗ്രത. ഇംഗ്ലീഷിലൊക്കെ വായിച്ചേ. കൊളോസ്യർ 4:2. Continue steadfastly in prayer. Continue steadfastly in prayer. Being watchful in it with thanksgiving. Being watchful in it with thanksgiving. എന്റെ അർത്ഥം മനസ്സിലായോ? പ്രാർത്ഥനയിൽ നമ്മൾ പൂർണ്ണ സ്ഥിരതയുള്ളവരായിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? കണ്ടിന്യൂ steadfastly in prayer. പിന്നെ being watchful in it with thanksgiving. Being watchful in it with thanksgiving. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥനയെ മടുത്തു പോകും. നമുക്കൊക്കെ കുഴപ്പമെന്താണെന്നറിയാം. കുറച്ച് നാൾ പ്രാർത്ഥിക്കും, മറുപടി കിട്ടാതെ വരുമ്പോ നമ്മൾ വിട്ടുകളയും. അങ്ങനെ വിട്ടുകളയും. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുന്നവർ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായിരിക്കണം. പിന്നെ നമുക്കാണ് റോമർ 12 വായിച്ച്. റോമർ 12:11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിൽ. ഉത്സാഹത്തിൽ മടുപ്പ് വരരുത്. ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യണം? എരിവുള്ളവരായിരിക്കണം. ഓക്കെ. എങ്ങനെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കും? ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ് നോക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒമ്പയെ ഫെലോഷിപ്പും ആണ്. എന്നാലും ഞാനും സിസ്റ്റം നമ്മൾ രണ്ടുകൂടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുക. പ്രാർത്ഥന നാം ദൈവത്തോട് മുഖാമുഖമായി സംസാരിക്കുന്നത് പ്രാർത്ഥന. അതിന് ഘടന വല്ലതും ഉണ്ടോ? ഒറ്റ ഘടനയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മുടെ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മൾ പ്രാർത്ഥിക്കും. കാരണം യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ തരാമെന്ന് വചനം പറയുന്നത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കും. അതേ ഉള്ള ഒറ്റ ഘടനയെന്ന് പറയും. മറ്റത് നമ്മുടെ ദൈവത്തോടെ എല്ലാ കാര്യവും ദൈവത്തോട് പറയാം, നമ്മുടെ വേദനകൾ പങ്കിടാം,
ഭാരങ്ങൾ ഇറക്കി വെക്കാം, എന്തും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ദൈവസന്നിധി. അല്ലാതെ ചില സമയം ചെയ്യുന്ന പോലെ പ്രാർത്ഥനയുടെ ഗൈഡ്ലൈൻ തന്നിട്ട് അതിനനുസരിച്ച് 1 by 1 നമ്മൾ നോക്കി പ്രാർത്ഥിക്കണം. ആവശ്യമില്ല. ബി ഫ്രീ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം. ലെറ്റ് us sit with him and talk to him. അവന്റെ സന്നിധിയിൽ ഇരുന്ന് അവനോട് സംസാരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ഈ ആദ്യമായിട്ട് വിവാഹം കഴിച്ചു കഴിയുമ്പോ ഭാര്യ ഭർത്താക്കന്മാരെങ്ങനെയാണ്? എപ്പോഴും ഒരുമിച്ചിരിക്കാൻ അത് കഴിയും. അത് പള്ളി കെട്ടിച്ച് കാര്യം കെട്ടിച്ച് പള്ളിയിൽ നിന്ന് ഞാൻ എന്റെ വീട്ടിലോട്ട് വെക്കോ, ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാന്ന് പറയോ? അങ്ങനെ പറഞ്ഞോ പള്ളി കിട്ടി? ഇല്ലല്ലോ, ഇല്ല അല്ലേ? എപ്പോഴും ഒരു വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ എപ്പോഴും ഭാര്യയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അതൊക്കെ പറഞ്ഞു. അതെ, ബാബു ഉള്ള കാര്യം എപ്പോഴും നമ്മൾ അതൊരു പ്രത്യേക ബന്ധമാണ്. കർത്താവ് സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? മണവാളനും മണവാട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം കഴിച്ച ആദ്യ നാളില് കുറച്ച് സമയം സംസാരിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വന്ന് എത്ര പേരുണ്ട്? ഇതിന് മടുപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ മടുപ്പ് വന്നിട്ടില്ലല്ലോ. ഇതിന് കേട്ട് മടുപ്പ് വന്നിട്ടില്ലല്ലോ. ഇല്ല അല്ലേ? അപ്പൊ ഞാൻ ചെറുതായിട്ട് വിളിക്കുന്നതേ ഉള്ളു കേട്ടോ. എല്ലാവർക്കും ആപ്ലിക്കപ്പെടാം. നമ്മളെ ആ നാടുകളിൽ ഒരു വലിയ ബന്ധമുണ്ട്. വി ഓൾവേസ് വാണ്ട് ടു സിറ്റ് ടുഗദർ, ടോക്ക് ടുഗദർ. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത് ആർക്കറിയാം? അല്ല, അതിന് എന്താണ് പറയുന്നത്? ബുദ്ധി വല്ല ഓർമ്മയുണ്ടോ? അതൊരു ഓർമ്മയുണ്ടോ? ഒരു ഓർമ്മയില്ല. അങ്ങനെയോ പറഞ്ഞു. പക്ഷേ നമുക്ക് ഒരുമിച്ചിരിക്കാനും സന്തോഷിക്കാനും വർത്താനം പറയാനും എന്തോരം ആഗ്രഹമാണ്. ഞാൻ കല്യാണം തുടങ്ങിയിട്ട് എൻ്റെ കാര്യം പറയാം. കല്യാണം നിശ്ചയിച്ചു. ഇനി 2 ആഴ്ചയേ ഉള്ളൂ. അപ്പൊ എൻ്റെ അനിയന്മാർ രണ്ടും ഭയങ്കര വിരുദ്ധന്മാരാണ്. അവര് ഞങ്ങളുടെ വീട്ടിലടിച്ച കല്യാണക്കുട്ടി ഒരെണ്ണം എടുത്ത് അതിൻ്റെ അടിയിൽ എഴുതി, അവർ ബ്രദേഴ്സ് മാരേജ് ഈസ് ഓൺ സച്ച് ആൻഡ് സച്ച് ഡേറ്റ്, യു ഷുഡ് ഡെഫിനറ്റ്ലി കം. ഒക്കെ എഴുതിയതാണ് അനിയന്മാർ രണ്ടുപേരും. അപ്പൊ കത്തി കിട്ടിയപ്പോ ഇവള് വിചാരിച്ച് ഞാനെടുത്ത് എഴുതിയതാണെന്ന് വിചാരിച്ചിട്ട് ഇവള് മനോഹരമായിട്ടൊരു ലെറ്റർ ഒരു ഇല്ലത്ത് നിറച്ച് അങ്ങനെ നീട്ടി പിടിച്ചങ്ങ് എഴുതി. അപ്പൊ 2 ആഴ്ചയേ ഉള്ളൂ. പക്ഷെ ഞാനാ എഴുത്ത് എത്ര പ്രാവശ്യം വായിച്ചെന്നിട്ട് എന്നോട് ചോദിക്കരുത്. കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ ഞാൻ ആ എഴുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇപ്പൊ പിന്നെ എടുത്ത് കളഞ്ഞു. കാരണം കുറെ ശക്തികളൊക്കെ എഴുതുമ്പോൾ കളഞ്ഞു. ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ദ റിലേഷൻഷിപ്പ്, ദ അഫെക്ഷൻ, എന്താ പറയുന്നത്, ആ ഒരുമിച്ചിരിക്കാനുള്ള വലിയൊരു ക്രേവിനെസ്, ഒരു ദാഹം, അത് കുടുംബജീവിതത്തിന് വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ക്രിസ്തു സഭയും മണവാളനും മണവാട്ടി. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോ ഞാൻ എന്റെ പ്രാണപ്രിയനുമായി സംസാരിക്കുക. അതുകൊണ്ട് പാടി, എന്റെ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലായി ഞാൻ കാണുകയില്ല. ഉത്തമത്തിൽ സൂര്യകാറ്റ് പറയാ, എന്റെ പ്രിയന് എന്ത് ശ്രേഷ്ഠതയുള്ളവൻ, 10,000 സുന്ദരൻ, വെണ്ണയിൽ ചുവന്നുള്ളവൻ. പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ ബന്ധത്തിലേക്ക് ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ആ കർത്താവുമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ സമയം ചെലവഴിക്കാനുള്ള ഒരു ദാഹം. We will crave for the presence of the Lord. കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള വലിയ ക്രേവ്നെസ്. എന്താ മലയാളം പറയാൻ പറ്റും? അഭിവാഞ്ച അല്ലെ? ഒരു ദാഹം.
വായിച്ചു പറയുന്ന കാര്യമായി അല്ലേ? എത്ര മണിക്കൂർ ഇത് സംസാരിച്ചാലും ഒരു മണിക്കൂർ പറ്റത്തില്ല. ക്രിസ്തോസം തിരുമേനി അറിയാവുന്ന സവർണനാമുള്ള വിശപ്പന്നറിയപ്പെടുന്ന മർത്തമാല ക്രിസ്തോസം തിരുമേനി അദ്ദേഹം ഒരിക്കലും ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം ഒരു ചായ ഒരു ഹോട്ടലില് പിന്നെ കഫയില് കാപ്പി കുടിക്കാനായിട്ട് കയറിയപ്പോ ഒരു മേശയില് ഒരു വയസ്സനും വയസ്സിയും അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നുണ്ട്. അവര് ചായ കൊണ്ടുവന്ന് വെച്ചു. അവര് ചായ അങ്ങോട്ട് വൈഫ് ആ ചായ എടുത്ത് ഒന്ന് ആറ്റിച്ച് ഒക്കെ ഭർത്താവിലേക്ക് കൊടുക്കുന്നു. ഭാര്യ ഭർത്താവും ചായ അത് ഭർത്താവൊന്നും പറയുന്നില്ല. അതിന്റെ തൊട്ടിപ്പുറത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരും വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട്. അപ്പൊ ദിവ്യ പറഞ്ഞു, ഞാൻ നോക്കുമ്പോ ഈ അന്നേരം കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുടെ മണിക്കൂറുകൾ സംസാരിക്കുക, എന്തൊന്നും അറിയത്തില്ല. അപ്പുറത്തിരിക്കുന്ന വയസ്സനും വയസ്സി അധികമൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ആപ്പ് പിടിക്കും. ഭാര്യ ഇടയ്ക്ക് ചോദിക്കും, ചായക്ക് മധുരമുണ്ടോ? ഭർത്താവ് ചോദിക്കും, നിന്റെ ചായക്ക് ആവശ്യത്തിന് മധുരമുണ്ടോ? ഇനി വല്ലതും വേണോ? അത്രയും കൂടി സംസാരം. ഒരു തിരുവേലി ചോദ്യം ചോദിച്ചു, ആര് തമ്മിൽ ആ കൂടുതൽ സ്നേഹം? അമ്മ ചോദിക്കുന്നുണ്ടോ? അതോളെ എന്താണ് പറഞ്ഞേ? അതെ, കാരണം ഇത് മറ്റേതൊരു ഇമോഷണൽ ബോണ്ടാണ്, ഒരു വൈകാരികമായ ബന്ധമാണ്. പക്ഷെ ആ പ്രായമുള്ള വയസ്സും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ദീർഘകാലത്തെ വലിയൊരു ബോണ്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹമാണ്. അല്ലേ? എത്ര മനോഹരമായ ഉദാഹരണം അല്ലേ? ഇതായിരിക്കണം നമ്മുടെ കർത്താവ് തമ്മിലുള്ള ബന്ധം. എപ്പോഴും അവന്റെ സന്നിധിയിൽ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, അപ്പോസ്തലൻ അനുഭവം ഉണ്ടായിരുന്നു, ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഇടപെടാം. പിന്നെ നമ്മൾ പ്രാർത്ഥനയിൽ മുഷിപ്പ് വരാതിരിക്കണമെങ്കിൽ ഒരേ കാര്യമുള്ളൂ, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരല്ല. ഈ ദൈവത്തോട് സംസാരിക്കുന്ന ഏക ഭാഷയുള്ളൂ, അതേതാ? അന്യഭാഷ. ബാക്കിയെടുത്ത് ഞാൻ അടുത്ത് 14:14 1 വരെ 14:2 എടുത്ത് 1 വരെ 14:2. അപ്പൊ ദൈവത്തോട് നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണം? അന്യഭാഷ വേണം. അതാണ് ഈ അന്യഭാഷയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കും, അന്യഭാഷ പറയേണ്ട ആവശ്യമൊന്നും ആരും മനസ്സിലാവുന്നില്ലല്ലോ, തിരിച്ചറിയുന്നില്ലല്ലോ. പക്ഷെ അപ്പോസ്തലന്റെ 12-ാം അധ്യായത്തിൽ 1 വരുന്ന 12-ാം അധ്യായം മുഴുവൻ വിവിധ പരിശുദ്ധാത്മാവ് വിവിധ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞു. 13-ാം അധ്യായത്തിൽ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിലർ കയറി അതേ കയറി പിടിച്ചു. അതിന്റെ അർത്ഥം കൃപാവരങ്ങൾ നിന്നുപോയതല്ല. ഈ കുറുവേഷം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 14-ാം അധ്യായത്തിൽ വീണ്ടും പൗലോസ് പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. പ്രിയമുള്ളവർ, നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് തുടങ്ങിക്കുക. അത് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇതുവരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ദൈവം മുഖപക്ഷമുള്ളവനല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ അവകാശമാണ് പരിശുദ്ധാത്മാഭിഷേകം. അതിന് ആരുടെയും കൈവെപ്പിന് ആവശ്യമില്ല. കൈവെപ്പ് നല്ലത് വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എന്റെ കൈവെപ്പിനാൽ നിന്നുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് തിമോഥെയോസിനോട് പറയുന്നത്. അതുകൊണ്ട് വചനത്തിൽ ഇല്ലെന്നല്ല. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് ആരുടെയും കൈവെപ്പില്ലാതെ തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരുന്ന് ദാഹിക്കുന്നവന് ധാരാളമായി കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. വചനം അങ്ങനെ കിടക്കുന്നത്. അങ്ങനെയാണ് കർത്താവിനോട് നിർബന്ധമായി നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. എന്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, ഞാൻ ആ ഊർ പേരൊന്നും പറയത്തില്ല, നല്ല ദൈവത്തോട് കർത്താവിനോട് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഈ വർക്ക് ചെയ്യുന്ന നല്ല ഔദ്യോഗിക ജോലിയോടുകൂടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നല്ല കമ്മിറ്റി ഉണ്ടാകുന്നുണ്ട് ദേവദാസ്. അദ്ദേഹം ആദ്യ നാളിൽ ഇതിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം പല ബുക്സൊക്കെ അദ്ദേഹത്തിന് വളരെ ഫേവറബിൾ ആയിട്ടുള്ള പല പുള്ളികളെ ഒത്തിരി ഫേവറേറ്റ്
പല ഓതേഴ്സിന്റെ ബുക്കൊക്കെ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇതിലൊരു താല്പര്യം തോന്നി. കുറെ നാൾ പ്രാർത്ഥിച്ച് കിട്ടിയില്ല. പിന്നെ ഞാൻ ഒരിക്കൽ ചോദിച്ചു, എങ്ങനെയുണ്ട് പരിശുദ്ധാത്മാവശ്യം? ഇനി കർത്താവ് തരുമ്പോൾ തരട്ടുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിച്ചു, കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മടുത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ പൂർണ്ണ കാണിക്കണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണം. ഇവരുടെ ആത്മാവിൽ നിറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആരാധിച്ച് മുന്നേറാൻ പറ്റും. അതൊരു പ്രത്യേക അനുഭവം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. ഇനി കണ്ടിന്യൂസുള്ള ദിവസം നന്നായി ആരാധിക്കാൻ ദൈവം കർത്താവുള്ളത് എന്നാണ്. കർത്താവിന്റെ മഹത്വത്തിലായി പറയാം. ഞാൻ ഏതാ നാടൻ കണ്ടെത്തി, പക്ഷെ ഞാൻ ആത്മാവിൽ ആരാധിച്ചു മുന്നേറും. സമയം പോകുന്ന അറിയത്തില്ല. 7:30 എൻ്റെ ഒരു പ്രഷറിന്റെ ഗുളികയും ഗ്യാസിന്റെ ഒരു ഗുളികയും കഴിക്കണം. ബാബ ചിലപ്പം വന്ന് അത് മരുന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡിസ്റ്റർബ് ചെയ്തത് അതവിടെ വെച്ചു പോകും. ഞാൻ പിന്നെ ആരാധിച്ചൊക്കെ കഴിയുമ്പോഴാണ് അവളെ പിന്നെ വിളിച്ച് ചോദിക്കും, ഗുളിക വെച്ചിട്ടുണ്ട് കഴിച്ചോ. കാരണം സമയം പോലും അറിയത്തില്ല. ഞാൻ പറഞ്ഞൊന്നും അറിയാം. അതേസമയം കണ്ണിലായിട്ടുള്ള ദിവസം എങ്ങനെയെങ്കിലും ഒരു പ്രാർത്ഥിച്ച് 10 മിനിറ്റ് എൻ്റെ ഭാഷയിൽ പ്രാർത്ഥിച്ച് മുന്നേറാൻ പറ്റത്തില്ല. ഞാൻ 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന അവസാനിക്കും. മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റും. ആത്മാവിൽ നിറഞ്ഞ്. കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ സുരേഷ് ബാബു ബ്രദർ പ്രസംഗിക്കാൻ ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, പോൾ ജനകർ 8 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മദ്രാസിലെ വലിയ മഹോത്സവം മഹോത്സവം നടത്തി അതിന് പ്രസംഗിക്കാൻ കഴിയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൂടി. അതേ അത്ഭുതങ്ങൾ നടന്നു. സുരേഷ് ബാബുവിന്റെ പ്രസംഗത്തിൽ ഞാൻ പറയുന്നു. അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മോൻ ചോദിച്ചു, ഡാഡിയോട് ചോദിച്ചു, ഡാഡി വീൽ ചെയർ, ഡാഡി എന്താ സംഭവിച്ചു? വീൽ ചെയർ എന്ത്? ആഹാ മോനെ, ഞാൻ വീൽ ചെയർ അവിടെ ഇട്ടിട്ട് ഞാൻ നടന്നാണ്. ദൈവം മനസ്സിലായിട്ട് അത്ഭുതങ്ങളുടെ ഘോഷയാത്ര നടന്നു. ഇവരോട് ഈ നാളുകളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് കൃപ പ്രാപിച്ച് ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന ദൈവദാസന്മാരെയാണ് ആവശ്യം. നിങ്ങൾക്ക് പക്ഷേ ശുശ്രൂഷിക്കാൻ ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ലെന്ന്, പക്ഷെ പുറകിലിരുന്ന അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ ബോധപ്പെടുത്താമല്ലോ. സഭയ്ക്ക് വേണ്ടി, സഭയുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയിലെ ശുശ്രൂഷകർക്ക് വേണ്ടി, സഭയിലെ പാസ്റ്റർക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പ്രേയിങ് ഗൈഡ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പ്രേയിങ് ഗൈഡ് എന്ന് പറയുന്ന ആളെ മനുഷ്യൻ, അദ്ദേഹം വലിയ പ്രസംഗങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം എവിടെ വലിയ ബലഹീനോ അതേപോലെയുള്ള വലിയ വലിയ ദൈവദാസന്മാർ പ്രസംഗിക്കാൻ വരുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം ആ പട്ടണത്തിൽ ചെന്ന് നേരത്തെ ഒരാഴ്ച മുമ്പേ ഒരു ഹോട്ടലിൽ കൊണ്ടിരിക്കി. ആ ഒരാഴ്ച ആ മുറിയിൽ അദ്ദേഹം മീറ്റിങ്ങിനൊന്നും പോകത്തില്ല. പക്ഷെ ഒരാഴ്ച ആ മുറിയിലിരുന്ന് മുട്ടിൽമേൽ നിന്ന് ദൈവസ്ഥാനത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സിലായിരുന്നു. പ്രേയിങ് ഹൈഡ്. ഇദ്ദേഹത്തിന്റെ പേര് പോലും പ്രേയിങ് ഹൈഡ് എന്ന, പ്രാർത്ഥിക്കുന്ന ഹൈഡ്. അതിന്റെ ഫലമായിട്ടാണ് എല്ലാ വാറൻ റോബർട്സിന്റെ എവിടെയെല്ലാം വലിയ ദേവദാസന്മാരുടെ മീറ്റിംഗ് നടക്കുമോ അവിടെയെല്ലാം ഈ മനുഷ്യൻ ചെന്ന് ആരും അറിയാതെ ഒരു ഹോട്ടൽ കൂടി എടുത്ത് ആ പട്ടണത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുക. അതിന്റെ ഫലമായിട്ട് അവരുടെ ശുശ്രൂഷകളെല്ലാം ദൈവാത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ പ്രതിഫലം പ്രാർത്ഥിച്ച ഹാജരി കിട്ടുന്നുണ്ടാവും. കാരണം വചനം പറയുന്നു, വേലയ്ക്ക് യുദ്ധത്തിന് പോകുന്നവനും സാമാന്യങ്ങൾ കൈയിരിക്കുന്നവനും ഒരേ പ്രതിഫലം. പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. പ്രാർത്ഥനയിൽ നാം ഉത്തരിക്കണം. പ്രാർത്ഥനയിൽ പോരാട്ടം. ഒരു കാര്യം കൂടെ പറഞ്ഞ ദൈവത്തിലാണ് ഓർമ്മിപ്പിക്കുന്നത്. വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 തെസ്സലോനിക്കർ 4:3. 1 തെസ്സലോനിക്കർ 4:3. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ 4:3. 1 Thessalonians 4:3. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. അവർ പ്യൂരിഫിക്കേഷൻ ഈസ് ദ വിൽ ഓഫ് ഗോഡ്.
ശുദ്ധീകരണം ദൈവത്തിന്റെ ഇടമാണ്. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണെന്ന് ലോകം അറിയണമെങ്കിൽ നാം അവരുടെ മുമ്പിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ പ്രവർത്തിയിൽ നാം വിശുദ്ധ ജീവിതം കാണിച്ചു കൊടുത്താൽ മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടാൻ സത്യത്തിരാവ് എന്ന് പറഞ്ഞ ആളുടെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിരാമനെ കൊണ്ടുപോകാൻ ഞാൻ ഒന്നും എൻ്റെ പ്രസംഗത്തിൽ എഴുതിയിട്ടുള്ള കാര്യമില്ല. സത്യത്തിരാവ്, അത് US ആയിട്ട് പറഞ്ഞ കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള മിനിസ്ട്രിയിലെ നാഷണൽ സെക്രട്ടറി ആയിട്ട് കുറെ നാൾ വർക്ക്. ഞാൻ അദ്ദേഹത്തോടൊപ്പം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ കഴിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആന്ധ്രാക്കാരനായിട്ട് വളരെ കറുത്ത് തടിച്ച മനുഷ്യൻ. അദ്ദേഹം ഭാര്യ പേര് വളരെ പ്രസിദ്ധ. അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകൻ. ഹൈസ്കൂൾ ജോലി റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം വന്നതാണ്. അപ്പൊ ഈ ഹൈസ്കൂളില് ഒരിക്കൽ ഗിദയൻസ് നമ്മുടെ ബൈബിള് കൊടുക്കാൻ ചെന്നപ്പോ അവരോട് ചോദിച്ചു, കൊണ്ടിയെന്താ ഗിദയൻ ബൈബിൾ കൊണ്ടിയെന്താ അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഒരു യേശു ജീവിച്ചിരുന്നു. മനസ്സിലായി? ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിന്റെ ഉപദേശമൊന്നും കേട്ടിട്ടില്ല, ബൈബിൾ ഞങ്ങൾ വായിച്ചിട്ടില്ല. But hear what a man in whom we saw Jesus. ഇവിടെ മനുഷ്യൻ വാക്കിയായിരുന്നു, അവനെ ഞങ്ങൾ യേശുവിനെ കണ്ടിരുന്നു. ഇതായിരിക്കണം എന്റെ നിങ്ങളുടെ സാക്ഷി. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരാണ്. ശുദ്ധീകരണം പ്രാപിച്ചത് വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും നോട്ടത്തിലും സംസാരത്തിലും എല്ലാം വിശുദ്ധി പാലിക്കുക. വിശുദ്ധിയെ തികച്ചു നിന്ന് കർത്താവിന് വേണ്ടി അധ്വാനിച്ച്